ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ അലീനെ വിളിക്കുകയാണ്. എന്നിട്ട് അലീനോട് ചോദിക്കുകയാണ്, അലീനെ മോള് പറഞ്ഞില്ലേ മോൾക്ക് എവിടെ പോകണം എന്നുള്ളത്? അത് വെച്ച് നാളെ പോകാമെന്നല്ലേ പറഞ്ഞത്? വേണ്ട, നമുക്ക് ഇന്ന് തന്നെ പോകാം എന്ന് പറയട്ടോ. ഇന്നോ? അതെ, ഇന്ന് തന്നെ നമുക്ക് പോയി കളയാമെന്ന് പറയട്ടോ. അല്ല, അച്ഛനെന്തോ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞു. ആ ആളാണ് വന്ന് പോയത്, മീറ്റിംഗ് കഴിഞ്ഞു. ചിലപ്പോൾ ഇത് നാളെ വലിയ അർജൻറ്റ് മീറ്റിങ്ങും വന്നെങ്കിലോ. ഇന്നിപ്പോൾ ഞാൻ ഫ്രീ ആണ്, നമുക്ക് പോയിട്ട് വരാം. എന്നാൽ ശരി, നമുക്ക് പോയിട്ട് വരാം എന്ന് പറയുകയാണ്. എന്നാൽ ശരി, ഞാൻ റെഡി ആയിട്ട് വരാം അച്ഛാന്ന് പറയും. ശരി, വേഗം റെഡി ആയിട്ട് വരാൻ പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് റെഡി ആവാനായിട്ട് പോവുകയാണ്. ബാലേന്ദ്രൻ എന്നാണെന്നുണ്ടെങ്കിൽ വേഗം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് റെഡി ആയിട്ട് കാറിൽ ചെന്നിരിക്കുകയാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുകയാണ് അച്ഛൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. അതിനുശേഷം ബാലേന്ദ്രനോട് അലീനോട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കട്ടോ. ആദ്യം നമുക്ക് തുണിക്കടയിലേക്ക് പോകാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിക്കടയിലേക്ക് പോകാം എന്ന് പറയാം കേട്ടോ. അത് വേണ്ട അച്ഛാന്ന് പറയും. അതെന്താ, അങ്ങോട്ട് പോയാൽ ചോദിക്കുകയാണേ. അല്ല, അവിടെ ചെന്ന് തുണികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അച്ഛൻ കാശ് മേടിക്കൂല എന്ന് പറയാം കേട്ടോ. എടി, നമുക്ക് അവിടെ പോയി മേടിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയും കേട്ടോ. എനിക്കും കിട്ടടി കുറച്ച് കാശ് എന്ന് പറയട്ടോ. അച്ഛൻ അവിടെ ചെന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പൈസ വാങ്ങിക്കൂല എന്ന് പറയും. എന്നാൽ വേറെ ഏതെങ്കിലും തുണിക്കടയിലേക്ക് പോകാം എന്ന് പറയും കേട്ടോ. ശരി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ബാലേന്ദ്രൻ സ്റ്റാൻഡിലേക്ക് വിളിക്കുകയാണ്. ഞങ്ങൾ കല്യാൺ സിൽക്സിലേക്കാണ് പോകുന്നത്, കോട്ടയത്തുള്ളത്. അവിടേക്ക് വന്നാൽ മതി, അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും. ഇപ്പോൾ ഇറങ്ങിയാൽ താങ്കൾക്ക് ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് എത്താമെന്ന് പറയും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയും, ഉറപ്പായിട്ടും ഞാൻ ആ സമയത്ത് തന്നെ വന്നോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഇവർ കല്യാൺ സിൽക്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചുരിദാർ ടോപ്പ് ഒക്കെയാണ് വേണ്ടതെന്ന് പറയും കേട്ടോ. അങ്ങനെയാണെന്നതിൽ വാന്ന് പറഞ്ഞിട്ട് ആ സെക്ഷനിലേക്ക് കൊണ്ടുവന്നാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ സ്റ്റാൻലിക്ക് വിളിക്കുകയാണ്. സ്റ്റാൻലിനോട് വിളിച്ചിട്ട് പറയും, ഞങ്ങൾ കല്യാൺ സിൽക്സിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ വരാമെന്ന് പറയാണ്. എന്നെ തിരിച്ചറിയില്ലല്ലോ അല്ലേ എന്ന് പറയുകയാണ്. തിരിച്ചറിയാതിരിക്കാനായിട്ട് ഞാൻ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ശരി, നിങ്ങൾ വന്നോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ബാലേന്ദ്രൻ ഇരിക്കുമ്പോൾ സ്റ്റാലി കയറി പോകുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട്, പക്ഷേ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകുകയാണ്. അതിനുശേഷം ബാലേന്ദ്രൻ സ്റ്റാലിനെ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ താങ്കളെ കണ്ടു എന്ന് പറയും. അപ്പോൾ സ്റ്റാലി പറയും, ഞാനും നിങ്ങളെ കണ്ടു എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതെ, അവൾ ചുരിദാർ സെക്ഷനിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ തിരിച്ചറിയാതെ ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ സ്റ്റാലി പറയും, ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റാൻലി ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ഉണ്ട് അലീന ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഷോക്കായ പോലെ തോന്നുകയാണ് കേട്ടോ. അലീനെ കാണുമ്പോൾ ശരിക്കും ഒരു അച്ഛൻ്റെ ഒരു സ്നേഹം അങ്ങനെ വരികയാണ് കേട്ടോ അയാൾക്ക്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്താ എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ടോപ്പാണ് എടുക്കേണ്ടത്, മീഡിയം ആണ് എടുക്കേണ്ടതെന്നൊക്കെ പറയട്ടോ. പക്ഷേ ഇത് ലാർജാണ് സാറേ. ആണോ, ഇത് ലാർജാണല്ലേ? എന്നാൽ ശരി, വേറെ എടുക്കാമെന്ന് പറയും. അങ്ങനെ സ്റ്റാൻലി മാറി നിന്നിട്ട് അലീനയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് അലീന വന്നിരിക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കാണ്, എത്രയോ എടുത്ത്? കുറേ എടുത്തോ? കുറച്ചൊക്കെ എടുത്ത്. കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഏറെക്കുറെ എന്ന് പറയും കേട്ടോ. കുളത്തൂപ്പുഴയ്ക്ക് പോകാനായിട്ട് ബസ്സാശി ഞാൻ തരേണ്ടി വരും. അത് അച്ഛൻ തരേണ്ടി വരും. അല്ല, ഞാൻ ബാങ്കിൽ കുറച്ച് പൈസ ഒക്കെ ഇട്ട് തന്നിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞോ? ഈ അനാഥാലയങ്ങളിലേക്കൊക്കെ കൊടുത്തിട്ട് മിനിമം ബാലൻസ് ഉണ്ട് അച്ഛാ. നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. നിന്നൊക്കെ എന്താ പറയാ, പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, ഞാൻ പോയിട്ട് ബില്ല് റെഡിയായി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അലീന. സമയത്ത് സ്റ്റാൻലി ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ഫോൺ എടുത്തും കണ്ടിട്ട് അലീനയുടെ ഫോട്ടോസ് വീണ്ടും എടുക്കുകയാണ് കേട്ടോ. ഇത്ര കണ്ടിട്ടും മതിയാവാത്ത പോലെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റാൻലി ബാലേന്ദ്രൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞതുപോലെ കൈയൊന്നും നീട്ടി കാണിച്ചിട്ട് പോകുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വരികയാണ്. കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, എന്തോരാണത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുകയാണ് കേട്ടോ. ബാലേന്ദ്രനും അലീനയും പോകുന്നത് മാറി നിന്നിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുകയാണ് സ്റ്റാൻലി. അങ്ങനെ അവർ പോവുകയാണ്. വീട്ടിലെത്തിയിട്ടോ ബാലേന്ദ്രനും അലീനയും വീട്ടിലെത്തിയപ്പോൾ, അതെ, എത്ര കാശിൻ്റെ ഡ്രസ്സാണ് വെല്ലോൻ്റെ കടയിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ എൻ്റെ കടയിലേക്ക് തന്നുകൂടായിരുന്നോ?
ദേ അച്ഛ കളിയാക്കല്ലേ കാറി കയറിയപ്പോൾ തുടങ്ങിയിട്ടുള്ള കളിയാക്കലാണെന്ന് പറയട്ടോ. ഞാൻ കളിയാക്കലടി പറഞ്ഞത്, ഞാൻ സത്യമല്ലേ പറഞ്ഞത് എന്ന് പറയും. അതെ ചിനി വായു, ഞാനൊരു ചായ ഇട്ട് തരാം. ആൾക്കാർക്ക് കാശ് കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് ചായ, നന്നായി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയാണേ. പിന്നെ ബാലേന്ദ്രൻ്റെയും അലീനയുടെയും ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റാലിൽ ചെന്നിട്ട്, റൂമിൽ ചെന്നിട്ട്. അതിന് ശേഷം ബബിയുടെ റൂമിലേക്ക് അലീന വരികയാണേ. എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ബബി ഇങ്ങനെ നോക്കൂട്ടോ. ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് നോക്കിട്ടോ. അപ്പോൾ അലീന പറയും, അലീനോട് ബബി പറയും വേണ്ട വരണ്ട എന്ന് പറയട്ടോ. അതെന്താ വന്നാൽ ഞാൻ വരട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ അലീന അകത്തേക്ക് വന്നിട്ട് ആ കവറങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പിടിച്ചോന്ന് പറയും. ഇതെന്താ ഇത് നോക്ക് എന്ന് പറയട്ടോ. എനിക്ക് വേണ്ട, എല്ലാവരും പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഓരോ സമ്മാനങ്ങൾ മേടിച്ചിട്ട് വന്നിരിക്കുക. എനിക്ക് മനസ്സിലായി, എന്തൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് പറയട്ടോ. ഇത് പിടിക്കുകയെന്ന് പറയട്ടോ. എനിക്കൊന്നും വേണ്ട എന്നല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ. നീ എനിക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, അപ്പം ഞാനൊരെണ്ണം വാങ്ങിച്ചു തന്നാൽ എന്താണെന്ന് പറയും. അത് ഞാൻ വെട്ടിക്കളഞ്ഞെൻ്റെ ദേഷ്യത്തിന് വാങ്ങിച്ചു തന്നതല്ലേ എന്ന് പറയട്ടോ. എന്നാലും ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കവർ തുറന്നിട്ട് അലീന തന്നെ അതിൽ നിന്നൊരു ബോക്സ് എടുക്കുകയാണ്. അതിൽ നിന്നൊരു വാച്ച് എടുക്കുകയാണ്. വാച്ച് എടുത്തിട്ട് അലീന ബബിയുടെ കൈ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ബബിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ബബി അത് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ അലീനെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പ്രമോല് കാണിച്ചിട്ടുള്ളത് അലീന വൈജയന്തിയോട് യാത്ര പറയാനായിട്ട് വരികയാണ്. അപ്പോഴാണ് അവർ തമ്മിലുള്ള ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് യാത്ര പറയുമ്പോൾ മനുവിന് വല്ലാത്ത സങ്കടം. അപ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ സങ്കടത്തോടു കൂടി തന്നെയാണ് കേട്ടോ സംസാരിക്കാനുള്ളത്. യാത്ര പറയാൻ വന്നതായിരിക്കുമല്ലേ, മേഡത്തിനോടാണ് ആദ്യം യാത്ര പറയേണ്ടത്, അപ്പോൾ എന്നോടോ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ. മനു യാത്ര പറയുമ്പോൾ മനു സങ്കടത്തോടു കൂടിയിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ പ്രമോലമുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണേ.